ഹായ് ഫ്രണ്ട്സ്, നൗറാസ് ഫുഡ് കോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മട്ടൺ ലിവർ റോസ്റ്റും ഒരു തട്ടൊറട്ടിയും പരിചയപ്പെടാം. ആദ്യം നമുക്ക് മട്ടൺ ലിവർ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കേണ്ടത്. ഇനി നമുക്കതിലേക്ക് ഒരു 4 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറം ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചതും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് 2-3 കഷ്ണമായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കരളും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 1/2 കിലോ കരളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്തും നല്ലതുപോലെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലേ ഈ മസാലയെല്ലാം കരളിൽ നല്ലതുപോലെ പിടിക്കുകയുള്ളൂ. ഇനി നമുക്കൊരു 15 മിനിറ്റ് നേരം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി പഴുത്ത ഒരു തക്കാളിയും 3 പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കരളിന് വലിയ എരിയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 1/2 മണിക്കൂർ സമയം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി കരൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഉറട്ടിക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സാധാ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഉരട്ടി കുറച്ചുകൂടി സോഫ്റ്റ്നെസ് ആയിരിക്കും, നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള മാവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് മാവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് നമ്മളെടുക്കുന്ന മാവിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഉരട്ടി ഉണ്ടാക്കുന്നവരൊക്കെ ആദ്യം ആവശ്യമുള്ള വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ചായിട്ട് മാവിട്ട് ഇളക്കിയെടുത്താൽ മതിയാകും. പല മാവും പല രീതിയിലായിരിക്കും വെള്ളം അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് മാവ് ഇളക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരകിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരുവിധം ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് ഒരുപാട് തണുത്ത് പോകരുത്. അതിനു മുമ്പ് തന്നെ നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമ്മുടെ കരൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പി ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലിവർ റോസ്റ്റ് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ശരിക്കും ഇതെൻ്റെ ഉമ്മയുടെ പാചകമാണ്, വളരെ ടേസ്റ്റാണത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കരൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരട്ടിക്കുള്ള മാവ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പലകയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇതൊരു 35 വർഷം പഴക്കമുള്ള പലകയാണ്.
ഇനി നമുക്ക് പലകയുടെ മുകളിലായിട്ട് ഒരു നനഞ്ഞ തുണി വിരിച്ചതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് ജസ്റ്റ് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ള മാവ് ബോൾസായിട്ട് ഓരോ ബോളായിട്ട് എടുത്തതിന് ശേഷം പലകയുടെ മുകളിൽ വെച്ച് ഞാൻ പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. ഇതുപോലെ ഓരോ ഉരുട്ടിയായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് തുണിയിൽ നിന്നും പതുക്കെ മാറ്റിയെടുക്കാം. ഇനി നമുക്ക് പരത്തിയെടുത്ത ഓരോ ഉരുട്ടിയും ചൂടായ കല്ലിലിട്ട് ചുട്ടെടുക്കാം. തട്ടുറട്ടി ചുടുമ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്ന ഉരുട്ടി ചുടും പോലെയല്ല, കുറച്ചുകൂടി മൂപ്പിച്ച് വേണം എടുക്കാൻ, എങ്കിലേ ആ ഉരുട്ടിക്ക് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ തട്ടുറട്ടിയും കരൾ റോസ്റ്റും ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.